ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രി തന്നെ നമ്മുടെ നികേഷിൻ്റെ അമ്മയെ നിധിയും സുധീഷും കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ഭാസ്കരൻ അത് കണ്ടു ചോദിക്കുന്നുണ്ട്, ഇവളെ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, ഇവളുടെ ആരാ ഉള്ളത് ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭാസ്കരൻ ദേഷ്യപ്പെടാണ്. ആ സമയത്ത് നമ്മുടെ നികേഷാണെങ്കിൽ ആകെ ഇമോഷണലായി നിൽക്കുന്നുണ്ട്. അത് എന്താ പറയുക, ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ നികേഷ്. ഇവൾ നമ്മളെല്ലാവരെയും ചതിച്ചതാണ്, നിങ്ങൾക്കറിയില്ല ഇവളെക്കുറിച്ചുള്ള സത്യം. അങ്ങനെ ഭാസ്കരൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ എല്ലാവർക്കും മനസ്സിലാവാണ് നികേഷിൻ്റെ അമ്മ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാലും നികേഷിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ നിധിയും സുധീഷും സുഭാഷേട്ടനും ഹരീഷും ഒക്കെ കൂടിയിട്ട് നികേഷിൻ്റെ അമ്മയെ അകത്തേക്ക് കയറ്റാണ്. അപ്പോൾ ആ ദേഷ്യം കൊണ്ട് നമ്മുടെ ഭാസ്കരൻ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നികേഷിൻ്റെ അമ്മയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ 10-14 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് താമസം എന്ന് പറയാം. അപ്പോൾ സുധീഷിന് മനസ്സിലൊരു ഇത് തോന്നുന്നുണ്ട്. അപ്പോൾ അയാളപ്പോൾ ആരായിരിക്കും, അയാൾ ബന്ധുവല്ലേ, ഭർത്താവല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാലും സുധീഷ് ആ സമയത്ത് അവിടെ പറയുന്നില്ല. അതിനുശേഷം ഭാസ്കരൻ മദ്യം കഴിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇവളെ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവൾക്ക് ഇവിടെ ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് വീണ്ടും. ആ സമയത്ത് നിധി ചോദിക്കുകയാണ്, അച്ഛനറിയില്ലേ അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്ന്, 10-14 വർഷമായിട്ട് ഈ സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ അത് ഞങ്ങളോട് ആരോടും പറയായിരുന്നത്, ഞാൻ ചോദിച്ചതും കൂടിയല്ല അച്ഛൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ജോലിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ്റെ അടുത്ത്, ഈ നികേഷിൻ്റെ അമ്മയെ ഞാൻ കണ്ടു, 2 വട്ടം കണ്ടു എന്നൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് ഒന്നും പറയാണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കാം. അപ്പോഴും ഭാസ്കരൻ പറയാണ്, ഇവളൊരു ചതിയത്തിയാണ്, നമ്മളെല്ലാവരെയും ചതിച്ചത് ഇവളാണെന്നൊക്കെ പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്